ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ ഇപ്രകാരമാണ് നമ്മളോട് അരുളി ചെയ്യുന്നത്: നിങ്ങളെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തതാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും വിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ 5 കാര്യങ്ങൾ ധരിക്കണം. ഏതൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ? 1. ദയ, വിനയം, സൗമ്യത, ക്ഷമ, കാരുണ്യം. ആദ്യമേ പറയുക കാരുണ്യത്തെക്കുറിച്ചാണ്. കാരുണ്യം, ദയ, വിനയം, സൗമ്യത. സൗമ്യതയെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഇവ ധരിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങുവാൻ. തുടർന്ന് പറയാണ്, ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ, ശ്രദ്ധിച്ചു കേൾക്കണമേ, ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ. സഹിഷ്ണുത എന്ന് പറയുന്നത് അത് വളരെ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യമാണ്. എന്താണ് ഈ സഹിഷ്ണുത? ഒരു കുഞ്ഞ് വയറ്റിൽ നിന്ന് പോകാതെ വിഷമിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ കുറേ മണിക്കൂറുകൾ മരുന്നൊക്കെ കൊടുത്തിട്ടും വയറ്റിൽ നിന്ന് പോയില്ല. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ വയറ്റിൽ നിന്ന് പോയി. മുറി ആകെ ദുർഗന്ധം, അമ്മയുടെ നൈറ്റിയിലും ബെഡിലും എല്ലാം മലം വന്ന് വീണ്. പക്ഷേ ഈ അമ്മയ്ക്ക് വലിയ ആനന്ദമാണ്. ദുർഗന്ധമാണ് കൊച്ചു വമിക്കുന്നതെങ്കിലും ഈ കുഞ്ഞിന് ഓപ്പറേഷൻ കൂടാതെ വിജയകരമായി തീർന്നല്ലോ, കൊച്ചിന് യാതൊരു കുഴപ്പം കൂടാതെ കിട്ടിയില്ലോ എന്നുള്ള ഒരു ചിന്തയാണ് അമ്മയുടെ മനസ്സിലുള്ളത്. സ്നേഹമുള്ളവരെ, നമ്മൾക്ക് ഒരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ. അവരുടെ ഭാഗത്തുനിന്ന് ദുർഗന്ധമുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്ന് വീഴും. അതായത് യേശുക്രിസ്തുവിനെ പ്രതി നമ്മൾ സഹിഷ്ണുതയോടെ അവനെ നേടിയെടുക്കുവാൻ ശ്രമിക്കുക. പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. സർവോപരി ഐക്യത്തിൽ ഒന്നാകുവാൻ വേണ്ടി സ്നേഹം പരിശീലിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ബന്ധം, ഐക്യത്തിലുള്ള ബന്ധം ഒന്നാകാൻ വേണ്ടി നിങ്ങൾ സ്നേഹം പരിശീലിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ. പരിശുദ്ധമാവേ, ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.